സിബിൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ബിഗ് ബോസ് പ്രൊവോക്ക് ചെയ്യേണ്ട ഷോ തന്നെയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബേസിക് മര്യാദ ചെയ്യേണ്ട ആൾ അത് ചെയ്തിട്ടില്ല എന്ന് അറിയുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ എങ്ങനെയാണ് അത് ഈ പറഞ്ഞ പോലെ സിബിൻ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മനഃപൂർവ്വം ബിഗ് ബോസ് വരുത്തിച്ചതാണോ അത് സിബിന്റെ കയ്യിൽ നിന്നുണ്ടായ വീഴ്ച കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? അല്ല, അങ്ങനെ എനിക്ക് അതിനകത്ത് ഞാൻ ആ സമയങ്ങളൊന്നും അതിനകത്ത് ഇല്ല. ഞാൻ ഹൗസിനകത്തേ ഇല്ല. കാരണം ഞാൻ സിബിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഹൗസിനകത്ത് ഉണ്ടായത് ഞാൻ അവിടെ കേട്ടറിവ് എനിക്കുള്ള ഉള്ളത്. അപ്പം കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പൊ സിബിൻ ഒരിക്കലും ഇപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് ഇപ്പൊ സിബിൻ അവിടെ ഒരു വ്യക്തിയാണ്, അല്ലെ, നമ്മൾ മത്സരിക്കാവുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ കാണാത്ത കാര്യമാണെങ്കിൽ തന്നെയും സിബിൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമ്മുടെ ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് അവരും ചെയ്യുന്നതാണ്. അവരൊരിക്കലും മത്സരാർത്ഥിയെ മനഃപൂർവ്വം എന്താ പറയുക ഈ രീതിയിലേക്ക് ചെയ്യാം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന്റെ സത്യം പറഞ്ഞാൽ അവർക്ക് അറിയുള്ളൂ. അത് അവർ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. രണ്ടുപേരുടെ ഭാഗത്ത് എന്തൊക്കെയാണെന്നുള്ളത് അവർ തന്നെ കൃത്യമായിട്ട് ആൻസർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ സിബിൻ കുറെ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മറുവശം എന്താണെന്നുള്ളത് ഇപ്പോ ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് അവർ പറയേണ്ട കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു അതിപ്പോ കോർട്ടിലൊക്കെ എന്റെ കേസൊക്കെ മൂവ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മള് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇപ്പൊ അതിന് പ്രസക്തി ഇല്ല. റോക്കിയോട് ആ സമയത്ത് ക്ഷമിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ അതെ. ഇപ്പം ഈ കപ്പ് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ബിക്കോസ് ഓഫ് റോക്കി കൊണ്ടാണല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അതെ. ഇപ്പൊ എന്ത് തോന്നുന്നു? കപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ എനിക്ക് വേറൊന്നും തോന്നുന്നില്ല. അതേ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും അത് സത്യാവസ്ഥയല്ലേ. അല്ല, ആ സമയത്ത് റോക്കിക്ക് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. എയർപോർട്ടിൽ വെച്ച് വേറെ പ്രസ്താവന കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ഷമിച്ചു എന്നേ ഇപ്പോഴും ഞാൻ പറഞ്ഞു, ക്ഷമിച്ചല്ലോ. ക്ഷമിക്കുക എന്നുള്ളതും എന്താ പറയണ്ടേ, ഇപ്പൊ ഞാൻ അവിടെ വെച്ച് കാര്യം പറയാം. എനിക്ക് ഓപ്പറേഷൻ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമെന്നോ ഞാൻ ഇത്ര ദിവസം ഹൗസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ സ്റ്റിൽ ഇപ്പോഴും ഉള്ള എന്റെ കാര്യങ്ങളിനകത്ത് ലിമിറ്റേഷൻസ് വരുമെന്ന് എനിക്കപ്പോൾ അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്റെ ആ സമയത്തുള്ള ചിന്ത എന്ന് പറയുന്നത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ എണീറ്റ് അങ്ങ് നടന്ന് ഈ ഹൗസിൽ ആക്റ്റീവായിട്ട് ഞാൻ ഉണ്ടാവും. ഇതാണ് അപ്പോഴത്തെ എന്റെ ചിന്താഗതി. അപ്പൊ ആ സമയത്താണ് നമ്മൾ പറയുന്നത്. എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് കംപ്ലൈന്റ് ഇല്ല. ഞാനതിൽ കംപ്ലൈന്റ് എപ്പോഴും കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വ്യക്തി ചെയ്യേണ്ട സാമാന്യ മര്യാദകളുണ്ട് എപ്പോഴും. ഓക്കെ, അതായത് ഇപ്പോ ഇത്രയും ദിവസം 28ഓളം ദിവസം ഞാൻ എവിടെ ആയിരുന്നു എന്താണെന്നുള്ളത് ഞാൻ നാട്ടിലെത്തിയിട്ടില്ല, വീട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ സമയത്ത് പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ആ മര്യാദകൾ അവിടെ നിന്ന് ഉണ്ടാകാതാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്കിപ്പോ ഇപ്പോ ഒരാൾ നമ്മളോടൊരു മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ബിഗ് ബോസിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കപ്പുറം ഞാൻ ഒന്നും ആരും ചെയ്തിട്ടില്ല. അതായത് ബിഗ് ബോസിന്റെ റൂള് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഒരു മോശം പ്രസ്താവന ഒരാൾക്കെതിരെ ഉന്നയിക്കുകയോ വ്യക്തിഹത്യ ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഇപ്പോഴും എന്റെ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് എനിക്കറിയാം. ഞാൻ അവിടെ പ്രൊവോക്ക് ചെയ്ത് എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ പ്രൊവോക്ക് ചെയ്തു. മേ ബി അത് കാണുന്ന ആൾക്കാർക്ക് പ്രൊവോക്കിംഗ് ആയിരിക്കാം. അത് വേണേൽ പ്രൊവോക്കിംഗ് ആണെന്ന് പറയുകയും ചെയ്യാം. ഞാൻ ഒരാളെ പ്രൊവോക്ക് ചെയ്തു. ബിഗ് ബോസ് പ്രൊവോക്ക് ചെയ്യേണ്ട ഷോ തന്നെയാണ്. ബിഗ് ബോസ് തീർച്ചയായിട്ടും ആൾക്കാരെ പ്രൊവോക്ക് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ആ സമയത്ത് ഒരാളുടെ ആക്ട് വേറൊരാൾക്ക് അയാളുടെ വ്യക്തി ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ, അയാൾക്ക് ഫാമിലി ഉണ്ട് അല്ലെ, അപ്പോൾ ആ വ്യക്തി കാണിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. അത് കാണിച്ചില്ല എന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അറിയിക്കുകയും, ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ടിൽ വന്ന സമയത്ത് സൗഹൃദം തുടരാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. അതിൽ മലിക് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബേസിക് മര്യാദ ചെയ്യേണ്ട ആൾ അത് ചെയ്തിട്ടില്ല എന്ന് അറിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്ത് കാണിക്കാനാണ് അയാളുടെ അടുത്ത് വേണ്ടി സൗഹൃദത്തിന് വേണ്ടി പോകുന്നത്? അതിന്റെ ആവശ്യം എന്താ? അങ്ങനെ സൗഹൃദത്തിന് പോയി കഴിഞ്ഞാൽ അത് വിഡ്ഢിയായിട്ട് മാറും. ശരിയല്ലേ മാലിക്? ഞാൻ മാലിക്കിന് ഇപ്പൊ ഞാനിപ്പോ മാലിക്കെ തല്ലിന്ന് വിചാരിക്കുക. അപ്പൊ മാലിക്ക് പറയാണ് എനിക്ക് സിയോച്ചുകൊണ്ട് ദേഷ്യമൊന്നും ഇല്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, മാലിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്നത് മാലിക്കിന്റെ വായിൽ പ്ലേറ്റ് ഇടേണ്ട സാഹചര്യമായി, ഓപ്പറേഷനായി. ഒരു 2 മാസം മാലിക്കിന് റെസ്റ്റ് ചെയ്യേണ്ടി വരും. മാലിക്കിന്റെ പാട്ടിന് മാലിക്ക് പോയി റെസ്റ്റ് എടുക്കുക. ഞാൻ ആഘോഷിച്ച് പുറത്ത് അല്ലെങ്കിൽ വായി തോന്നിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നടക്കുന്നു. അപ്പൊ മാലിക്ക് എന്നോട് ദേഷ്യം തോന്നുവോ, അതോ ആ പറഞ്ഞ പോലെ സിയോച്ചേട്ടൻ ഇപ്പോഴും എന്റെ സുഹൃത്താണെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നു? അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. മനുഷ്യന്മാരെ ചെയ്യുന്നേ ഞാനും ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് എനിക്ക് ഇപ്പോഴും ഞാൻ ചെയ്ത പ്രവർത്തിക്കാത്ത ഒന്നിനകത്ത് എനിക്ക് അന്നും കുറ്റബോധം ഇല്ല, ഇന്നും കുറ്റബോധം ഇല്ല, ഒരിക്കലും കുറ്റബോധം ഉണ്ടാകാനും പോകുന്നില്ല. പിന്നെ അനാവശ്യമായിട്ട് നന്മവാരം കളിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ലല്ലോ. അതെനിക്ക് കളിക്കാൻ ഉദ്ദേശമില്ല.